എക്സാം UPSC സ്റ്റാൻഡേർഡ് കണക്ക് തന്നെ തോന്നിയത്. വളരെ യൂസ്ഫുൾ ആയിരുന്നു. മോഡറേറ്റ് ലെവലായിരുന്നു നമ്മളെ UPSC ലെവൽ. നല്ല എൻജോയ് ചെയ്തു. എക്സാം നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് മോക്ക് ചെയ്തായിരുന്നു. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കോൺസെപ്ച്വലി ഡെപ്ത് ആയിരുന്നു. ഇത്ര ദിവസം എഴുതി മോക്കില് കുറച്ച് ആക്ച്വലായിട്ടും പഠിച്ച കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു. പുതിയ കുറച്ച് പാറ്റേൺസ് കണ്ടു, അത് രസമുണ്ടായിരുന്നു. ഹായ്, ഇന്ന് ഗാലന്റ് IAS അക്കാഡമിയുടെ ഈ വർഷത്തെ അവസാനത്തെ ഓൾ ഇന്ത്യ ഓപ്പൺ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. സോ എക്സാം എഴുതിയ സ്റ്റുഡൻസിനോട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചറിയാം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ? എക്സാം UPSC സ്റ്റാൻഡേർഡ് കണക്ക് തന്നെ തോന്നിയത്. നേരത്തെ എഴുതിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഈ വർഷം ആദ്യമായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നി. ആണല്ലേ. ഓക്കെ, ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ടഫ്നെസ് എനിക്ക് അതുകൊണ്ട് ഒരുപോലെ തോന്നിയത്, എന്നാൽ പോലും UPSC സ്റ്റാൻഡേർഡ് കണക്ക് തന്നെ തോന്നി. ഒരുപാട് ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല, അത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ശരി, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എക്സാം യൂസ്ഫുൾ ആയിരുന്നോ? വളരെ യൂസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി പേപ്പർ ആയിരുന്നു. അതെ. ഓക്കെ, എല്ലാത്തിനും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓൾമോസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ ഇത്? അല്ല. ഓക്കെ, ഇതിനു മുന്നേ UPSC അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ UPSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നിയോ? അതെ, ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. ആണല്ലേ. ഓക്കെ, ശരി, താങ്ക് യു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു നമ്മളെ UPSC ലെവൽ. അവരത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2025 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ. ഈ വർഷം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ് കൂടുതൽ വരും, അപ്പോൾ അതിന് ഫോക്കസ് കൊടുക്കും. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി? ഞാൻ ഒരു 85-86 ആ ഒരു ബാലൻസ് ലെവലായിരുന്നു. ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ടഫ് ഇതിൽ കൂടുതലും എൻവയോൺമെന്റ് കറണ്ട് അഫെയർ ബേസ് ആയിരുന്നു. പിന്നെ IR ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നത് മാപ്പ് ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ടഫായിരുന്നു. ആ ഒരു ബേസ് വരുന്നത്, കറണ്ട് അഫയേഴ്സ് ബേസ് വരുന്നത് അത്യാവശ്യം അല്ലാതെ ഈസി ആയിരുന്നു. ഒരു മോഡൽ ലെവൽ എക്സാം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സാം ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, ടഫായിട്ട് ഏതെങ്കിലും സബ്ജക്ട് ഫീൽ ചെയ്തായിരുന്നോ? എക്കണോമിക്സ് കുറച്ച് എൻ്റെ വീക്ക് ഏരിയ അതാണ്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ബാക്കിയുള്ള വാങ്ങലൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഒരുപാട് സ്റ്റാറ്റിക് ആണെന്ന് തോന്നി. വല്ലാതെ കറണ്ട് അഫയേഴ്സ് വല്ലാതെ ഇന്നുള്ളതായിരുന്നു. എനിക്കറിയില്ല കേട്ടോ എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ കുറച്ചുകൂടെ കോണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്തു. എക്സാം നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം തിങ്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ രസകരമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൺഫ്യൂസിംഗ് ആയുള്ള, ചാലഞ്ചിങ് ആയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അറിയുന്ന ഏരിയ തന്നെ നമുക്ക് നമ്മൾ വട്ടം കറക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ടൈം ആണ് UPSC അപ്പിയർ ചെയ്തത്? അല്ല, ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ടഫ് ആയിരുന്നോ? എക്സാം കോൺസെപ്ച്വലി ഡെപ്ത് ആയിരുന്നു. ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആണല്ലേ. എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറ്റംപ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അത് ജോഗ്രഫി കുറച്ചുകൂടെ സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട് ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റി. പിന്നെ പൊളിറ്റി കണ്ടന്റ് കുറച്ചുകൂടെ റിച്ച് ആയിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടന്റ് റിച്ച് ആയിരുന്നു. സോ കുറച്ച് ടഫായിട്ട് ഫീൽ ആയി. യൂസ്ഫുൾ ആയിരുന്നോ? അതെ, തീർച്ചയായിട്ടും. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നോ? അതെ. കുറച്ച് മോക്ക് ചെയ്തായിരുന്നു. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? അല്ല, ഞാൻ തേർഡ് അറ്റംപ്റ്റ്. ഓക്കെ, അപ്പൊ UPSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നോ? ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു? പൊളിറ്റി ലാസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പൊളിറ്റി പേഴ്സണലി കുറച്ച് ടഫാണ്. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയത്. പക്ഷേ ഫസ്റ്റ് എക്കോളജി ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആണോ? ഓക്കെ, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു? പറ്റിയായിരുന്നു. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. എക്സാം യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നോ? യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത്ര ദിവസം എഴുതി മോക്കില് കുറച്ച് ആക്ച്വലായിട്ടും പഠിച്ച കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു. നല്ല എക്സാം ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? എന്റെ കൊടുക്കാൻ പോകുന്നതാണോ? ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് പൊളിറ്റി. അത് കുറച്ച് കുഴപ്പമുണ്ടായില്ല. കുറച്ച് ടഫായിട്ട് തോന്നുന്നു. സയൻസ് ആൻഡ് ടെക് കുറച്ച് ടഫായിട്ട് തോന്നി. കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയതുകൊണ്ട് കുറച്ച് ടഫായിട്ട് തോന്നി. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, മോഡറേറ്റ്? ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയോ? പേപ്പറിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്വസ്റ്റ്യൻ പേപ്പറാ. കുറെ ആലോചിക്കാനൊക്കെ ആണോ? കോൺസെപ്റ്റ് വൈസ് ഒക്കെ ഉണ്ടായിരുന്നു, ചിന്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഏത് സബ്ജക്ട് ടഫായിട്ട് തോന്നിയേ? ടഫായിട്ട് അങ്ങനെയല്ല, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് വേൾഡ് ജോഗ്രഫി വന്നപ്പോ കുറച്ച് എക്സാം എങ്ങനെയായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു? കുഴപ്പമില്ല. ലോജിക് വർക്കായി. ഓക്കെ, എലിമിനേഷൻ ട്രിക്ക് ഒക്കെ മോശമില്ല.
ഇലക്ട്രിക്സിനെക്കാട്ടിലും നോളജ് ബേസ്ഡ് ഉണ്ടായിരുന്നു, ലോജിക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് UPSC? സെക്കൻഡ് അറ്റംപ്റ്റ്. സെക്കൻഡ് അറ്റംപ്റ്റ്. ഇപ്പോൾ UPSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നോ? കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം UPSC പാറ്റേൺ. ഓക്കെ. ക്വാളിറ്റി പേപ്പർ ആയിരുന്നു? നല്ലതായിരുന്നു. ഓക്കെ ശരി, താങ്ക് യു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു? എക്സാം ആക്ച്വലി ഒരു ഫാക്ച്വൽ നോളജിനേക്കാളും ഡിമാൻഡ് ചെയ്യുന്നത് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ്. പഠിക്കാനൊക്കെയാണ്, ബട്ട് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് പേപ്പർ കുറച്ച് ലെങ്തി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ പാറ്റേൺ, പുതിയ കുറച്ച് പാറ്റേൺസ് കണ്ട് അത് രസമുണ്ടായിരുന്നു. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് അത്ര ഡീപ്പൺ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒന്നും ആയിരുന്നില്ല. ഒരു നോർമലി ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി വായിച്ചു പോകുന്ന ആൾക്ക് തന്നെ നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റിയ കറണ്ട് അഫേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാക്ച്വൽ നോളജിനേക്കാളും കൂടുതൽ നമുക്കൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പേപ്പർ ആയിരുന്നു. താങ്ക് യു. ഓക്കെ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മോഡറേറ്റ് ആയിരുന്നോ? മോഡറേറ്റ് മോഡറേറ്റ് ആയിരുന്നു. ഇതിന് മുന്നേ UPSC അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? 2 തവണ. 2 തവണ. ഓക്കെ. UPSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഫീൽ ചെയ്തോ? കുറച്ചുകൂടെ കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ട് ഒക്കെ തോന്നി. ഓക്കെ. എല്ലാ സബ്ജക്റ്റും കറണ്ട്. കറക്റ്റ് ആയിട്ട്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു, പക്ഷെ കുറച്ച് ട്രിക്കി ആയിരുന്നു ഓപ്ഷൻസ് ഒക്കെ. ട്രിക്കി ആയിരുന്നു. എലിമിനേഷൻ ട്രിക്ക് ഒക്കെ വർക്കായി ചിലത് വർക്കായി, ചിലത് വർക്കായില്ല. ആണല്ലോ. ഓക്കെ. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നോ? ടൈം ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയല്ലേ? ഓക്കെ. എക്സാം യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നോ? അതെ. ഓക്കെ ഓക്കെ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്? ഇതിന് മുന്നേ UPSC എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഏത് സബ്ജക്റ്റിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്? ജോഗ്രഫിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് തോന്നി. ഏത് സബ്ജക്റ്റ് ആയിരുന്നു ടഫ് ആയിട്ട് തോന്നിയത്? എനിക്ക് ഹിസ്റ്ററി ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഓക്കെ ഓക്കെ. എത്ര അറ്റംപ്റ്റ് ചെയ്തു? എല്ലാ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഏറെക്കുറെ ഞാൻ കൃത്യമായിട്ട് എണ്ണിയില്ല, ഞാൻ റിവ്യൂ പുറത്തു നിന്നിട്ട് ചെയ്യാനാണ്. ഏറെക്കുറെ മോസ്റ്റ് ഒരു 90% ചെയ്തിട്ടുണ്ട്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മോഡറേറ്റ് ആയിരുന്നോ? ടഫ് ആയിരുന്നോ? മോഡറേറ്റ് ആയിരുന്നു. ഇതിനു മുന്നേ എക്സാം എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. UPSC അറ്റംപ്റ്റ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആയിരുന്നു. ഓക്കെ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? പേപ്പർ ക്വാളിറ്റി പേപ്പർ ആയിരുന്നോ? സ്റ്റാൻഡേർഡ് ആയിരുന്നോ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മോഡറേറ്റ് ആയിരുന്നോ? എക്സാം നല്ല എളുപ്പമുണ്ടായിരുന്നു. നമ്മുടെ കഴിവുകളും നമ്മുടെ വീഴ്ചകളും എല്ലാം അവെയർ ആവുന്ന ഏറ്റവും വലിയ സഹായമായിരുന്നു എക്സാം. Gallant IAS, chasing your passion to ace.